റഷ്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെ കടന്നേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം നേരത്തെ തന്നെ റഷ്യ ഇംഗ്ലണ്ടിൻ്റെ അതിർത്തിയിലേക്ക്, അതായത് സമുദ്രാതിർത്തിയിലേക്ക് അവരുടെ കപ്പലുകൾ അയച്ചിരുന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് വിമാനങ്ങളെ ആക്രമിക്കാൻ റഷ്യൻ വിമാനം ലേസർ ബീം ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഷ്യൻ ചാരക്കപ്പൽ യന്തർ ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച് ആദ്യമായി ലേസർ ബീം ഉപയോഗിച്ച് അത് നിരീക്ഷിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് വ്യോമസേന പൈലറ്റിനെ തടഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യാന്തറിൻ്റെ ഈ അപകടകരമായ നടപടി സർക്കാർ ഗൗരവമായി എടുക്കുന്നുവെന്നും ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രി ജോൺ ഹീലി പറഞ്ഞു. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് കപ്പൽ സ്കോട്ട്ലാൻഡ് വടക്കുള്ള UK സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുന്നത്. ചാരക്കപ്പലുകളിൽ നിന്നുള്ള ഈ ശക്തമായ ലേസർ രശ്മികളുടെ പൈലറ്റുമാരുടെ കണ്ണുകൾ മിന്നിമറയുന്നതിലൂടെ വിമാന അപകട സാധ്യത വർദ്ധിക്കുമെന്ന് ഹീലി മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയ്ക്കുള്ള ഹീലിയുടെ വ്യക്തമായ സന്ദേശം ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കപ്പലിനെ UK നിരീക്ഷിക്കുന്നത് തുടരും. യാന്തർ ഗതി മാറ്റിയാൽ UKക്ക് സൈനിക ഓപ്ഷനുകൾ തയ്യാറാണ് എന്നും ഹീലി പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഈ ആഴ്ച യാന്തർ തെക്കോട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ഹീലി റഷ്യയ്ക്കും പുടിനും വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. യന്ത്രത്തിനായി UK സൈനിക ഓപ്ഷനുകൾ തയ്യാറാണെന്ന് പറയുന്നു. റോയൽ നേവിയുടെ ഒരു ഫ്രിഗേറ്റും ഒരു RAF പോസിഡോൺ P8 വിമാനവും കപ്പലിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ പിന്തുടരുന്നതിനിടെയാണ് ലേസർ സംഭവം നടന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സംഭവം നടന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. ഡൗണിംഗ് സ്ട്രീറ്റിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ റോയൽ നേവിയുടെ ഇടപെടൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയതായും ഇപ്പോൾ കപ്പലിനെ കൂടുതൽ അടുത്ത് പിന്തുടരാൻ അനുവദിച്ചതായും പ്രതിരോധ സെക്രട്ടറിയും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.